നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും ഇനംതിരിച്ചുള്ള വിശദമായിട്ടുള്ള വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും 2025 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് അവിട്ട നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന വിഷമതകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയത്തിലും മറ്റ് സാമൂഹിക മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ അനുകൂല സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ഉത്തമ ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി സമാഗമം ഉണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തികമായി പുരോഗതിയും സുസ്ഥിരതയും ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. ഭാഗ്യാനുഭവങ്ങൾ പൊതുവെ ഉണ്ടാകുന്ന വർഷമാണ്. വാഹന ലാഭം ഉണ്ടാകുന്ന വർഷമാണ്. സഹോദരങ്ങൾ മുഖേന സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതുമാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ദശാകാലം ഒന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശയിലാണ് അവിട്ട നക്ഷത്രക്കാർ ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ ചൊവ്വാദശ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശയും. രാഹുർദശാകാലമുള്ള അവിട്ട നക്ഷത്രക്കാർ സർപ്പക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. രാഹുർദശാകാലം പൊതുവെ അനുകൂല ദശാകാലം തന്നെയാണ്. അതിനുശേഷം ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശയാണ്. വ്യാഴദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 19 വർഷം, ഏകദേശം 55 വയസ്സ് വരെ ശനിദശാകാലമാണ്. ശനിദശാകാലം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂല സമയമാണ്. അതിനുശേഷം 17 വർഷക്കാലം ബുധദശാകാലമാണ്. ഈ ദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ബുധദശാകാലം ഉള്ള അവിട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിത്യം സന്ദർശനം നടത്തുക, ഭഗവാന്റെ മന്ത്രങ്ങളെ ജപിക്കുക. അവിട്ട നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായിട്ട് അവതാര വിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹമൂർത്തി തുടങ്ങിയ ദേവതമാരുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൽപ്പായസം വഴിപാടുകൾ ചെയ്യുക. എല്ലാ അവിട്ട നക്ഷത്രക്കാർക്കും പുതുവർഷം 2025 വളരെ നല്ലൊരു സമയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.